ഹലോ കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, പരീക്ഷയുടെ ഈ ചൂട് പിടിച്ച അവസ്ഥയിൽ നിന്നും ഒരല്പസമയം ആശ്വാസത്തിന് വേണ്ടി 2 ഇൻഡോർ ഗെയിംസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വന്നിരിക്കുന്നത്. വരൂ, നമുക്ക് 2 ഇൻഡോർ ഗെയിംസ് പരിചയപ്പെടാം. കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ ഗെയിമിലേക്ക് നമുക്ക് പോകാം. അതിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ വീഡിയോയിൽ കാണാം. അതിന് പ്രകാരം ഈ മേശയുടെ അറ്റത്തായിട്ട് 3 പേപ്പർ ഗ്ലാസുകൾ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബാസ്ക്കറ്റിൽ 10 ബോളുകളാണ് ഉള്ളത്. നാം ഈ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നാം നമ്മുടെ ബോൾ പുഷ് ചെയ്ത് വിടണം. ഇത് കറക്റ്റായിട്ട് പുറത്തോട്ട് വീണാൽ പോയിന്റ് ഇല്ല. പക്ഷേ ഈ പേപ്പർ ഗ്ലാസിൻ്റെ അകത്തേക്കാണ് പോകുന്നത് എങ്കിൽ ഓരോ തവണ വീഴുമ്പോഴും 5 പോയിന്റ് വീതം നമുക്ക് ലഭിക്കും. മൊത്തം ഒരാൾക്ക് ചാൻസ് കിട്ടുന്നത് 10 ബോളുകളാണ്. 10 ബോളുകളിൽ എത്ര പോയിന്റ് ഈ ബാസ്ക്കറ്റിൽ വീണ്, ഈ പേപ്പർ ഗ്ലാസ്സിൽ വീണ് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഗെയിം. ഏറ്റവും അധികം പോയിന്റ് കിട്ടുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ കുട്ടിയായിരിക്കും നമ്മുടെ ഈ ഗെയിമിൽ വിജയിയായിട്ട് വരുന്നത്. ശരി, നമുക്ക് നമ്മുടെ ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗെയിം ആരംഭിക്കാം. പുറത്തോട്ട് പോയി. യെസ്, നമുക്ക് ഒരു 5 പോയിന്റ് കിട്ടിയിരിക്കുന്നു. ഓരോ 5 പോയിന്റ് കഴിയുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് ബോൾ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ചാടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 5 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അത് പുറത്തോട്ട് പോയി, ഒരു അല്പം മിസ്സായി. ജസ്റ്റ് മിസ്സായി. വീണ്ടും വളരെ അടുത്ത് തന്നെ വന്നു. അഗെയിൻ. യെസ്, അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റിലെ 10 ബോളുകളും കഴിഞ്ഞു. അങ്ങനെ ആദ്യത്തെ കുട്ടിയുടെ ചാൻസ് അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് 2 ബോളുകളാണ് ഈ പേപ്പർ ഗ്ലാസ്സിൽ വീണത്. സോ ആൾക്ക് 5ഉം 5ഉം 10 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ചാൻസ് 10 ബോളുകളും കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് 2 ബോളുകൾ മാത്രമാണ് പേപ്പർ ഗ്ലാസ്സിലേക്ക് ഇടുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഓരോ ബോളിനും 5 വീതം, അങ്ങനെ മൊത്തം 10 പോയിന്റ് ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഓരോ കുട്ടികൾക്കും ഇതുപോലെ ആവർത്തിക്കാം. എത്ര ബോളുകളാണോ, 10 ബോളുകളിൽ എത്ര പോയിന്റാണ് ലഭിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഗെയിം വിജയിയെ തീരുമാനിക്കുന്നത്. ശരി, നമുക്കിനി രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഗെയിമിലേക്ക് നാം വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ഗെയിമിനും നമുക്ക് വേണ്ടത് ബോളുകൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ 10 ബോളുകൾ കരുതിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. പിന്നെ ഇവിടെ 3 റിങ്ങുകൾ ഉണ്ട്. വലിപ്പ അനുസരണം എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 3 ചെറിയ റിങ്ങുകൾ ആയതുകൊണ്ട് ചെറിയ റിങ്ങുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, ഈ ബോൾ കടന്നു പോകുന്ന രീതിയിൽ. നിങ്ങൾക്ക് ആവശ്യാനുസരണം റിംഗ് വലിയത് വേണമെങ്കിൽ സംഘടിപ്പിച്ച് ഇതുപോലെ മേശയിൽ സെല്ലോ ടൈപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരാൾക്ക് 10 ബോളുകളാണ് ലഭിക്കുന്നത്. ഈ 10 ബോളുകൾ അവർ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന്, ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇടാം. അങ്ങനെ ഇട്ട് ഈ റിങ്ങിനകത്തു കൂടെ പോകുമ്പോൾ, ഓരോ തവണ പോകുമ്പോഴും 5 പോയിന്റ് വീതം ലഭിക്കും. ഇതാണ് നമ്മുടെ ഗെയിം. വരൂ, നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കടക്കാം. അതെ, ഒരു പോയിന്റ് നമുക്കങ്ങനെ ലഭിച്ചു. ഒരു റിങ്ങിൻ്റെ അകത്തുകൂടെ ഒരു ബോൾ പോയിട്ടുണ്ട്. വീണ്ടും രണ്ടാമത് റിങ്ങിനകത്തുകൂടെ പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 റിങ്ങിനകത്തുകൂടെയാണ് പോയിട്ടുള്ളത്. മൊത്തം പോയത് 10 ബോളുകളിൽ നിന്നും 3 ബോളുകളാണ് പോയിട്ടുള്ളത്. സോ ഈച്ച് ബോളിന് ഒരു 5 പോയിന്റ് വീതം ലഭിക്കുന്നു. അങ്ങനെ ആദ്യം അവസരം ലഭിച്ച ഈ വ്യക്തി, ഈ കുട്ടി എറിഞ്ഞ ബോളുകളിൽ 10 ബോളുകളിൽ 3 ബോളുകൾ
ഈ റിങ്ങിനകത്തുകൂടെ പോയി. അപ്പോൾ 5-5-5 മൊത്തം 15 പോയിന്റ് ഈ കുട്ടിക്ക് ലഭിച്ചു. ഇങ്ങനെ ഓരോരുത്തരും ഏറ്റവും അധികം അവരിൽ ആരാണോ ബോൾ ഈ റിങ്ങിനകത്തുകൂടെ കടത്തിവിടുന്നത്, അല്ലെങ്കിൽ ഈ റിങ്ങിനകത്തുകൂടെ ഈ ബോൾ എറിയുന്നത്, ആ കുട്ടിയായിരിക്കും വിജയ്. കൂട്ടുകാരെ, ജീസസ് കിഡിന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഈസ് മീ, യുവർ ടോമച്ചൻ, സൈനിങ് ഓഫ്.